ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തിക അടിവെറ്റി ആശുപത്രിയിലാണല്ലോ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി അമ്മ വിവരങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലക്ഷ്മി അമ്മ വിവരങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. കല്യാണിയൊക്കെ സമാധാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. അങ്ങനെ കാർത്തികയെ കാണാൻ വന്നിട്ട് ലക്ഷ്മി അമ്മ കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നാലും മോൾക്ക് ഈ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറയുമ്പോളേ അമ്മ ഒന്ന് വിഷമിക്കാതിരിക്കുക. എന്തായാലും നമ്മുടെ രണ്ട് ശത്രുക്കളും ഇപ്പൊ ജയിലിലാണ്. ഇനിയിപ്പോ നമുക്ക് സമാധാനത്തോട് ജീവിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭാനുമതി അമ്മ സ്നേഹം നടിച്ചു കൂടിയിരിക്കുകയാണ് പ്രകാശന്റെ കൂടെ. അങ്ങനെ കല്യാണിയെയും കിരണിനെയും ദീപയൊക്കെ എനിക്ക് വളരെ ദേഷ്യമാണ്, എൻ്റെ കൊച്ചുമോൻ ജയിലിൽ പോയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പ്രകാശന്റെ മനസ്സ് പിടിച്ചടക്കിയിരിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. അമ്മയുടെ കൈകൊണ്ട് രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി എന്നൊക്കെ പറയുമ്പോൾ ഭാനുമതി അമ്മ അവൻ പറയുന്നത് പോലൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും 2 ദിവസം അവിടെ നിൽക്കാമെന്ന് ഭാനുമതി അമ്മ വാക്കു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണിയെ കൊല്ലണമെന്ന് തന്നെയാണ് ഭാനുമതി അമ്മയോട് ആവശ്യപ്പെടുന്നത്. അതിനൊരു അവസരം അമ്മ ഉണ്ടാക്കി തരണമെന്നും നമ്മുടെ പ്രകാശം പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാനുമതി അമ്മയ്ക്ക് മനസ്സിൽ നല്ല ദേഷ്യം തന്നെയാണുള്ളത്. ഒരവസരത്തിന് വേണ്ടി നോക്കി നിൽക്കുകയും അതുപോലെ തന്നെ പ്രകാശൻ ഒന്ന് മയങ്ങുന്ന സമയത്ത് ഇരുമ്പ് വടി എടുത്തുകൊണ്ട് വന്ന് അവന്റെ കാല് തല്ലി ഒടിക്കുകയാണ്. ഒരു കാല് നല്ല രീതിയിൽ അടിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ കല്യാണി മോളെ നിനക്ക് കൊല്ലനോടാ എന്നും ചോദിച്ചിട്ട് അങ്ങനെ നമ്മുടെ പ്രകാശൻ ഹോസ്പിറ്റലിലാവുന്നുണ്ട്. അങ്ങനെ ഈ ഇരുമ്പടി വടിയുമായിട്ട് നേരെ പോകുന്നത് നമ്മുടെ കല്യാണിയുടെ ഒക്കെ വീട്ടിലേക്കാണ്. അപ്പൊ ദീപ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ അമ്മ ഈ ഒരു ഇരുമ്പ് വടിയുമായിട്ട് നടക്കുന്നതാണ്. അങ്ങനെ എന്തിനാ അമ്മൂമ്മ അതൊക്കെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കല്യാണി മോളെ കൊല്ലണമെന്ന് അവൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. ഞാൻ തന്നെയാണ് അവന്റെ കാല് തല്ലി ഒടിച്ചത്. ഞാൻ ഒരു തല്ലൊന്നല്ല, എൻ്റെ ദേഷ്യം തീരുന്നവരെ ഞാൻ അടിച്ചു എന്നൊക്കെ ഇങ്ങനെ ദീപയോടും കല്യാണിയോടും കിരണിനോടും ഒക്കെ ഭാനുമതി അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ നമ്മുടെ പ്രകാശന്റെ അരികിലേക്ക്, കാലൊടിഞ്ഞു കിടക്കുന്ന പ്രകാശന്റെ അരികിലേക്ക് ലക്ഷ്മിയും കാർത്തികയും കൂടി വരികയാണ്. അങ്ങനെ അവിടെ വന്ന് അവരും വന്ന് നല്ല രീതിയിൽ പ്രകാശനെ പരിഹസിക്കുന്നുണ്ട്. ഒരാളുടെ സഹായമില്ല, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രകാശന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്